ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഞ്ചുവാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നല്ല പനിയും ഒച്ചയടപ്പും ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളുടെ സ്വപ്നഭവനം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. ആരുടെ വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീമയുടെ വീടാണ്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ സ്വന്തമായിട്ട് ഒരു വീട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരിടം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അത് കുറേ കാലത്തെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും അതുപോലെ ക്ഷമയുടെ ഒക്കെ ഫലമായിട്ടാണ് ഓരോരുത്തർക്കും അവരവരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ഒരേ വൈബുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് അങ്ങനെ എപ്പോഴും കൂടാറില്ലല്ലോ. ആ കൂടുന്ന സമയമാണ് ഏറ്റവും കോമഡി. ഇവനാണ് ഇവിടുത്തെ താരം, നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്തായാലും ഒരു മാസ്ക് ഒക്കെ വെച്ച് നമ്മളെല്ലാവരും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നെത്തിയിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് നടക്കുന്നില്ല. എൻ്റെ ബാക്കിൽ ഒരു ചേട്ടൻ മാമ്പഴം മാമ്പഴം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയിൽ കേൾക്കാം കേട്ടോ. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശബ്ദം നിയന്ത്രിക്കുന്നതിനൊരു പരിമിതി ഉണ്ടേ. അങ്ങനെ നമ്മുടെ നായികതയെ കടന്നെത്തിയിരിക്കുകയാണ്. കുളിച്ച് സുന്ദരിയായി അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ്. സീമ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ അടുക്കി വെക്കാനുണ്ട്. നമ്മളും കൂടി ഹെൽപ്പിനും കൂടെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് എവിടെയാണ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിഞ്ഞിട്ടാകാം നമ്മുടെ ആ ഒരു പരിപാടികളും ഒക്കെ എന്ന് സീമ പറഞ്ഞ് നമ്മളിതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാഴ്ചകളും കണ്ടതും വന്ന വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ചൂടും ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ടേബിളിലേക്കെല്ലാം സെർവ് ചെയ്യുകയാണ്. ഒരുപാട് പണിക്കാരവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. മുറ്റത്തിൻ്റെ ജോലിയും കാർപോർച്ചിൻ്റെ ജോലിയും എല്ലാം നടക്കുകയാണ്. അതിനിടയിൽ നമുക്കിതേ ഭക്ഷണവും ചായയും ഒക്കെ ഉള്ള റെഡിയാക്കുന്നുണ്ട്. ജാസ്മിൻ എപ്പോഴും ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഫുള്ള് ആളായിട്ട് ഇതേ നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവളും കഴിക്കാനിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ സ്വത്തുവാണ്. സ്വത്തു എന്ന് പറയുമ്പോഴത്തേക്കും സീമയുടെ മോളാണ് കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ മിത ആഹാരപ്രിയരായതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ആഹാരം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഫോട്ടോ ഒന്ന് എടുത്തു കൊടുക്കാനുള്ള വലിയ ദൗത്യം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ എത്ര എടുത്താലും ജാസ്മിൻ ഇട്ടത് ശരിയാവുന്നില്ലല്ലേ. അങ്ങനെ ഞാൻ ഓരോന്ന് കാണിക്കുകയാണ്. എന്നാലും കുറച്ചും കൂടി എൻ്റെ ഗ്ലാമറൊന്നും കുറേ അധികം പുറത്തേക്ക് വന്നിട്ടില്ല. നീ ഒന്നുകൂടി നോക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ കട്ടിൽ ഒരു ലോഡ് തുണിയുണ്ട്. അതെല്ലാം മടക്കി വെക്കാനുള്ള വലിയ ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ പ്രിയ ഇങ്ങനെ എടുത്ത് ആസ്വദിച്ച് ഇതെല്ലാം എടുത്ത ശേഷമാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവരുടെ ഏകദേശം വൃത്തിയുള്ളൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ആ ഒരു പോസ് ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും പുതിയ പോസുകൾ ഇങ്ങനെ പുറത്തേക്കിടുകയാണ് നമ്മുടെ ജാസ്മിൻ. ഒരു സാരി ഉടുത്തതിൻ്റെ പ്രഹസനമാണെന്നൊന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഏകദേശം ഫോട്ടോസൊക്കെ എടുത്ത് അവരെ തെറ്റായി എന്ന് തന്നെ പറയാം. അങ്ങനെ എടുത്ത് കാണിച്ചപ്പം കൊള്ളാം, വലിയ കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എൻ്റെ കാർക്കൂന്തൽ തഴുകാനായിട്ട് എൻ്റെ ഫാൻ ഗേളായിട്ടുള്ള സ്വത്തു എത്തിയിട്ടുണ്ട്. സ്വത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹെയർ. അതിനിടയിലാണ് ഈ ഒരു സംഭവം. ഇവളുമാരെല്ലാം കൂടി എന്നെ അവിടെ വലിച്ചിട്ട് പെടാപ്പാട് പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ ഒരു മുറവിളി ഇവളുമാരെല്ലാം കേട്ടുകൊണ്ട് ആസ്വദിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്നിട്ട് അതിനിടയിൽ ജാസ്മിന് പിന്നെ സ്ഥിരം പരിപാടിയാണ്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയും പോലെ എന്തവസ്ഥയിലും ഒരു സെൽഫി അത് പ്രധാനമാണ്. അങ്ങനെ അതിനിടയിൽ നമ്മുടെ സീം അടുക്കി വെച്ചുകൊണ്ടിരുന്ന എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളെയൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളോടൊപ്പം കൂടുകയാണ്. നമ്മുടെ ഫോട്ടോ എടുപ്പ് കണ്ടിട്ട് കാണുന്നതൊന്നും മടുത്ത് കൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ജോലികളും ചെയ്ത് കേട്ടോ. എല്ലാം ഏകദേശം അടുക്കി പറക്കി കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടുകളിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇതിനിടയിൽ നമുക്ക് വഴി തെറ്റിപ്പോയായിരുന്നു. വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വഴിയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രസമുള്ള ഏതോ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ നമ്മൾ കൂടെ പാടി ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ പാടിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്.
ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ അതേ വൈബിനൊത്ത ടീമിനെ നമുക്ക് കിട്ടുന്നതും അതുപോലെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പേസ് തരുന്ന എല്ലാ കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കോളും. ഇതേപോലൊരു സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ്സ് വേറെ കാണില്ല. ശരിക്കും എടുക്കണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസിനേക്കാൾ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ട് പിന്നെ ഷെയർ ചെയ്ത് തരുന്ന വീഡിയോസാണ് കുറച്ചും കൂടെ രസമെന്ന് തോന്നുന്നു. വളരെ സന്തോഷമുള്ള നല്ല കുറേ മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത്രയ്ക്ക് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഒച്ച ഇതുവരെ ശരിയായിട്ടില്ല. മറ്റൊരു വീഡിയോയിലൂടെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം, കണ്ടുമുട്ടാം. അതുവരേക്കും ലവ് ആൻഡ് ബൈ.